ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വെള്ളീച്ച അതുപോലെ പുഴുക്കളൊക്കെ ചെടികളിൽ വരുമ്പോൾ നമ്മൾ അടിച്ചു കൊടുത്ത മരുന്നിനെ പറ്റിയാണ്. ഈ മരുന്നാണ് നമ്മളിപ്പം അടിച്ചു കൊടുക്കുന്നത്. ഇത് 5 ഗ്രാമാണ് ഒരു പാക്കറ്റ്. ഇത് 4 ലിറ്റർ വെള്ളത്തിൽ ഈ 5 ഗ്രാം പൊട്ടിച്ചൊഴിച്ച് നമുക്കിതിനെല്ലാം അടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വെള്ളീച്ചകളും അതുപോലെ പുഴുശല്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ, ഈ നാരകത്തേലൊക്കെ പുഴുക്കളുണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെയുള്ള പുഴുക്കളും എല്ലാം പോകുന്ന ഒരു മരുന്നാണ് ഇത്. നമുക്ക് ഇതിനെല്ലാം ഒന്ന് അടിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു സൈഡ് തൊട്ട് ഇത് മരുന്ന് അടിക്കുവാണ്. ഇത് തണ്ടേലും ഒക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം. ഇത് മുന്തിരിക്ക് മാത്രമല്ല, എല്ലാ പ്ലാന്റുകൾക്കും ചെടികൾക്കും അടിച്ചു കൊടുക്കാവുന്ന മരുന്നാണ്. ഇതിന്റെ നമ്പലെല്ലാം ഉണ്ട്. ഇതിന്റെ ഇലയ്ക്ക് അടിയിലും ഒക്കെ കിട്ടത്തക്ക രീതിയിൽ നമുക്ക് അടിക്കാം. ഇത് നമ്മുടെ അബിയു ആണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്കിത് കാ പിടിച്ചു വന്നതായിരുന്നു, പക്ഷെങ്കിൽ അത് ശരിയാകാതെ കൊഴിഞ്ഞു പോയി. ഈ പ്രാവശ്യം കാ പിടിക്കുമെന്ന് നോക്കാം. നമ്മുടെ നാരകത്തേലെല്ലാം ഇതുപോലെ വെള്ളിച്ചയും അതുപോലെ പുഴുക്കളും കയറി ഇതിന്റെ ഇലകളെല്ലാം കളഞ്ഞിരിക്കുകയായിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് ഈ മരുന്ന് തന്നെ അടിച്ചു കൊടുത്തപ്പം ചെയ്തുകൊണ്ട് ഇതെല്ലാം പുതിയ നാമ്പുകൾ വരാൻ തുടങ്ങി. നമ്മൾ രണ്ടാമതും ഇതിലൊന്നും അടിച്ചു കൊടുക്കണം. കാര്യം മാസത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മാത്രമേ ഇത് പുഴുക്കൾ പിടിക്കാതെ നല്ല ഇലകളും ഒക്കെ ഉണ്ടായി അതിലെ പൂവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ കീടനാശിനികൾ അടിച്ചു കൊടുക്കണം. പൂർണ്ണമായി ഇത് മാറിയതിന് ശേഷം നമുക്ക് പിന്നെ ആഴ്ചയിൽ 1 വീതം വേപ്പെണ്ണ, സോപ്പ് ഓയിൽ മിശ്രിതം അടിച്ചു കൊടുത്താൽ മതി. കാര്യം ഇതിപ്പോൾ ഇതുപോലെ കൂടുതലായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇപ്പോൾ ഈ കീടനാശിനി ഇതുപോലെ കൊടുക്കുന്നത്. കാര്യം കീടനാശിനി കൊടുത്താൽ മാത്രമേ പിന്നീട് നമുക്ക് ഈ സാധനം രക്ഷപ്പെടുത്തി എടുക്കാൻ കഴിയത്തുള്ളൂ. സോപ്പ് ഓയിലും വേപ്പെണ്ണയും തന്നെ അടിച്ചാൽ ഇത് ക്ലിയർ ആകത്തില്ല. നമ്മൾ അതുപോലെ നമ്മുടെ ഇത് കണ്ടോ, ഇവിടെ ഒരു ബുഷ് ഓറഞ്ച് ഉണ്ട്, അതിലും ഇലകളെല്ലാം പോയതാണ്. ഈ പ്രാവശ്യം നമ്മളിത് അടിച്ചു കൊടുത്തപ്പം ഇലകളെല്ലാം വീണ്ടും വരാൻ തുടങ്ങി, അതുപോലെ പുതിയ നാമ്പുകൾ വരാൻ തുടങ്ങി. അത് പോയി എന്ന് നമ്മൾ കരുതിയതാണ്, പക്ഷെ നമ്മൾ ഈ മരുന്ന് അടിച്ചപ്പോഴാണ് ഇത് കൂടുതലായിട്ട്. നമ്മൾ മരുന്നടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇലയുടെ അടിയിലും വരത്തക്ക രീതിയിൽ നമ്മൾ അടിച്ചു കൊടുക്കണം. അപ്പം പുഴുക്കളൊക്കെ അതിൻ്റെ അടിയിലിരുന്നാൽ അതും അങ്ങ് ചത്തുപൊക്കോളും. നമ്മുടെ ഒരു മൽബറിയാണ്, അതിലും നമ്മൾ ഇതുപോലെ അടിച്ചു കൊടുത്തു. അപ്പം ഈ മരുന്ന് നല്ലൊരു എഫക്റ്റ് ചെയ്യുന്ന മരുന്നാണ്. നമുക്കപ്പോൾ ഇത് എല്ലാ ചെടികൾക്കും ഇതുപോലെ പുഴുക്കളുള്ളതിനും ഒക്കെ ഈ മരുന്ന് അടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ കൂടുതലായിട്ടില്ലെങ്കിൽ നമ്മൾ വേപ്പെണ്ണ മാത്രം ഉപയോഗിച്ചാൽ മതി. കൂടുതലായിട്ട് ഇതുപോലെ ചെടികൾ നഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ഈ ഇതുപോലെയുള്ള രാസ കീടനാശിനികൾ ഉപയോഗിച്ചതിന് ശേഷം, അത് പൂർണ്ണമായി മാറ്റിയതിന് ശേഷം നമുക്ക് ഇതുപോലെ വേപ്പെണ്ണ അങ്ങനെയുള്ള കീടനാശിനികൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം. ബൈ ബൈ.